ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഒരു ചാനൽ കോമിക് പാർട്ടീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വാട്ട് ഇഫ് സീസൺ 2 എപ്പിസോഡ് 7 പറ്റിയിട്ട് തന്നെയാണ്. അഥവാ വാട്ട് ഇഫ് ഹെല ഫൗണ്ട് ദ 10 റിങ്സ് എന്ന് പറയുന്ന ഒരു എപ്പിസോഡിനെ പറ്റിയിട്ട് തന്നെ. അപ്പോൾ ഞാൻ മാക്സിമം ഈ ഒരു എപ്പിസോഡിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ അഥവാ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ മാക്സിമം ആ ഒരു റൺ ടൈം കുറച്ചിട്ടാണ് ഞാൻ പറയാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇത്, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ്സ് മാത്രമേ ഈ ഒരു വീഡിയോ കാണത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെയായാലും ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ വീഡിയോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഹെലയെ അതുപോലെ തന്നെ നമ്മുടെ ഹെയിംഡാലിനെ അതുപോലെ തന്നെ ഓഡിനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ മെയിൻ യൂണിവേഴ്സിലാണെങ്കിൽ നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിനാണെങ്കിൽ ഹെലയാണെങ്കിൽ ഏതോ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ടാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതേസമയം ഈ ഒരു യൂണിവേഴ്സിൽ നടന്നിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിനാണെങ്കിൽ ഹെലേനെ എർത്തിലേക്ക് ബാൻ ചെയ്ത് വിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ തോർ ഫസ്റ്റ് മൂവിക്കകത്ത് ആ ഒരു ഓഡിൻ ബാൻ ചെയ്ത് വിട്ട് നമ്മുടെ തോറിനെ എർത്തിലേക്ക് ബാൻ ചെയ്ത് വിട്ടതുപോലെ തന്നെ ഉള്ള ആ ഒരു സെയിം സീൻ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്ന ഓഡിനാണെങ്കിൽ ആ ഹെലയുടെ ആ ഒരു തലയിൽ വെക്കുന്ന ആ ഒരു കിരീടമാണെങ്കിൽ ഇങ്ങനെ ഊരിയെടുക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു മ്യോൾനിയർ ആണെങ്കിൽ അവിടെ ഓഡിൻ ബ്രേക്ക് ചെയ്ത് കളയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു മ്യോൾനിയർ അവിടെ ബ്രേക്ക് ചെയ്ത് കളയുന്ന ആ ഒരു സെയിം സീനാണെങ്കിൽ ആ ഒരു നമ്മുടെ ഓഡിൻ ആ ഒരു ഹെലയുടെ മ്യോൾനിയർ ബ്രേക്ക് ചെയ്യുന്നത് ആ ഒരു എക്സാക്റ്റ് സെയിം രീതി തന്നെയാണ് നമ്മുടെ ഹെല ആ തോറിൻ്റെ മ്യോൾനിയർ ആണെങ്കിൽ ബ്രേക്ക് ചെയ്ത് കളയുന്ന ആ ഒരു സെയിം സീനും വെച്ച് നമ്മൾ നോക്കുമ്പോൾ അത് സെയിം തന്നെയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഹെലയാണെങ്കിൽ എർത്തിലേക്ക് ബാൻ ചെയ്യപ്പെടുകയും നമ്മുടെ ഹെല വന്ന് വീഴുന്നത് വെൻവു അതുപോലെ തന്നെ വെൻവുവിൻ്റെ ആൾക്കാരുടെയൊക്കെ ഫ്രണ്ടിലാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആണെങ്കിൽ നമ്മുടെ ഹെല അതുപോലെ തന്നെ വെൻവുയുടെ ആൾക്കാരുടെ ആയിട്ട് തമ്മിലൊരു ഫൈറ്റാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ ഹെലയാണെങ്കിൽ വെൻവുവിൻ്റെ ആ ഒരു ആൾക്കാരെയൊക്കെ കുറച്ച് ആൾക്കാരെയൊക്കെ അടിച്ചിരുന്നുണ്ട്. പക്ഷേ അതേസമയം നമ്മുടെ വെൻവു ആണെങ്കിൽ ടെൻ റിങ്സ് ആണെങ്കിൽ ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ ഹെല അവിടെ ഒരു കെട്ടിയിടുന്നത് പോലത്തെ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഹെലയാണെങ്കിൽ എർത്തിലേക്ക് ബാൻ ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ ഹെലയുടെ പവേഴ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ഗോഡ് ഈ ഒരു എർത്തിലേക്ക് അഥവാ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ബാനിഷായി പോവുകയാണെങ്കിൽ അവരുടെ ആ ഒരു പവേഴ്സും കാര്യങ്ങളൊക്കെ പോകും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു സീൻ കാണുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോർ ഫസ്റ്റ് മൂവിക്കകത്താണെങ്കിൽ ഓഡിൻ ആ ഒരു മ്യോൾനിയർ എടുത്തിട്ടാണെങ്കിൽ പറയുന്നുണ്ട് ഈ ഒരു ഹാമർ ഉയർത്താനായിട്ട് വൃത്തിയായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് എടുത്ത് പൊക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു സ്പെല്ലാണെങ്കിൽ, അതുപോലെ തന്നെ ആ ഒരു ഉയർത്തുന്ന ആൾക്കാർക്ക് ആ ഒരു തോറിൻ്റെ പവർ ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു സ്പെല്ല് ആ ഒരു മ്യോൾനിയറിൻ്റെ അകത്ത് ഇടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഓഡിൻ. അതേ സെയിം സംഭവം തന്നെ, അതേ സെയിം സ്പെല്ല് തന്നെ നമ്മുടെ ഓഡിനാണെങ്കിൽ ഹെലയുടെ ഹെൽമെറ്റിലും ഇടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഹെലയുടെ ഹെൽമെറ്റ് എർത്തിലേക്ക് ഇങ്ങനെ അയക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതേസമയം നമ്മൾ എർത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ വെൻവു ആണെങ്കിൽ ഹെലയെടുത്ത് പറയുകയാണ് നീ പോയി ആ ഹെൽമെറ്റ് എടുക്കാൻ പറ്റുമോ നോക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ ആ ഒരു സെയിം സംഭവം തന്നെ നമുക്ക് തോറിൻ്റെ ഫസ്റ്റ് മൂവിക്കകത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് തോറാണെങ്കിൽ എർത്തി വന്നതിന് ശേഷം മ്യോൾനിയർ എടുക്കാനായിട്ട് പോകുന്ന ഒരു സമയത്ത് നിക് ഫ്യൂരിയുടെ ആൾക്കാരുടെ ആ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ആണെങ്കിൽ നമ്മുടെ നിക് ഫ്യൂരി ആണെങ്കിൽ പറയുന്നുണ്ട് അവനെ അത് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേ സെയിം സംഭവം തന്നെയാണ് നമ്മുടെ വെൻവു അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും വെൻവുവിൻ്റെ കയ്യിലാണെങ്കിൽ ഓൾറെഡി 10 റിങ്സ് കിട്ടിയിട്ടുള്ള ഒരു കാര്യം, അതുപോലെ തന്നെ വെൻവു ആണെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു കോൺകസ്റ്റ് ആണെങ്കിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കോൺകസ്റ്റ് വിജയകരമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വെൻവുവിൻ്റെ പക്ഷത്താണെങ്കിൽ ഒരു കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരു ആൾ വേണം. അപ്പോൾ അതിന് പറ്റിയ ഒരാൾ ഹെല തന്നെയാണ്. അപ്പോൾ നമ്മുടെ വെൻവു ഹെലയാണെങ്കിൽ ഹെലയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവരുടെ ഒരു ഡിന്നറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ഹെലയ്ക്കാണെങ്കിൽ വെൻവുവിൻ്റെ പ്ലാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഹെല എന്ന് പറയുന്ന ക്യാരക്ടറാണെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് ചെയ്യുന്ന പോലത്തുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഹെലയുടെ ക്യാരക്ടറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുശേഷം വെൻവുവിൻ്റെ പക്ഷത്ത് നിന്നും ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെലയാണെങ്കിൽ നമ്മുടെ ഷാങ്ചി ആൻഡ് ദ ലെജൻഡ് ഓഫ് 10 റിങ്സ് എന്ന് പറയുന്ന ആ മൂവിക്കകത്ത് കാണാൻ സാധിച്ചിട്ടുള്ള ആ ഒരു പറക്കുന്ന ഒരു ക്രീച്ചർ ഉണ്ടല്ലോ, ആ ഒരു ക്രീച്ചറിൻ്റെ സഹായം നമ്മുടെ ഹെല അവിടെ തേടുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ആ ഒരു വെൻവുവിൻ്റെ പക്ഷത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരാണെങ്കിൽ ടാലോ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് എത്തുകയാണ്. അപ്പോൾ ടാലോയിൽ വന്നതിന് ശേഷം നമ്മുടെ ഹെലയാണെങ്കിൽ ഓഡിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ വെൻവുവിനെ പറ്റിയിട്ടൊക്കെ അവിടുത്തെ ആൾക്കാരുടെ അടുത്തൊക്കെ പറയുകയാണ്. അതേസമയം നമുക്ക് നമ്മുടെ ആ ഒരു ആസ്കാർഡിൽ കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയിംഡാൽ ഓഡിനോട് പറയുന്നൊരു കാര്യമാണ്. അതായത് നമ്മുടെ എർത്തിൽ ഒരു തരത്തിലുള്ള വെപ്പൺ ഉണ്ട്, ആ ഒരു വെപ്പൺ ഉപയോഗിച്ച് ഗോഡ്സിനെ വരെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം നമ്മുടെ ഹെയിംഡാൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെപ്പൺ മറ്റൊന്നും തന്നെയല്ല, അത് നമ്മുടെ 10 റിങ്സ് തന്നെയാണ്. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു കാര്യം കേട്ടതിന് ശേഷം നമ്മുടെ ഓഡിൻ ആ ഒരു സമയത്ത് കുറച്ച് ഒരു ഡാർക്കർ ഷെയ്ഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് ഒരു വില്ലൻ്റെ ഒരു പോലത്തുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓഡിനാണെങ്കിൽ ഓഡിൻ്റെ ആ ഒരു ആർമി എല്ലാവരും കൊണ്ട് എടുത്തതിന് ശേഷം നമ്മുടെ എർത്തിലേക്ക് വരികയാണ് വെൻവുവിനെ അതുപോലെ തന്നെ ഹെലേനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൻ്റെ അകത്ത് നമുക്ക് മറ്റൊരു പുതിയ കാര്യം അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് MCUവിൻ്റെ അകത്ത് നമുക്ക് ഇതുവരെയായിട്ട് അറിയാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അതായത് നമ്മുടെ ഹെലയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ഫാദറിന് അഥവാ ഓഡിനാണെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവളുടെ പേര് ഫ്രിഗ എന്നാണ്, എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ല എന്നുള്ളൊരു കാര്യം നമ്മുടെ ഹെല പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഹെലയാണെങ്കിൽ ഓഡിൻ്റെ അതുപോലെ തന്നെ ഫ്രിഗയുടെയും മോളല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഇതിന് മുന്നേ വന്നിട്ടുള്ള ഒരു MCUവിൻ്റെ പ്രോജക്റ്റിൽ നമുക്ക് കൺഫേം ആയിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് കറക്റ്റായിട്ട് ഇപ്പം കൺഫേം ആയിട്ട് ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഹെലയും അതുപോലെ തന്നെ വെൻവു ആണെങ്കിൽ റെഡിയായി നിൽക്കുകയാണ് നമ്മുടെ ഓഡിനും അതുപോലെ തന്നെ ഓഡിൻ്റെ ആൾക്കാർക്കും വേണ്ടി. അപ്പോൾ ഓഡിനും ഓഡിൻ്റെ ആർമിയും നമ്മുടെ എർത്തിലേക്ക് വരികയാണ്. അതിനുശേഷം അവർ തമ്മിൽ ഒരു ഫൈറ്റൊക്കെ ആവുകയാണ്. അപ്പം വെൻവുവും ഹെലയും ടീമപ്പ് ആയിട്ടാണ് നമ്മുടെ ഓഡിനും അതുപോലെ തന്നെ ഓഡിൻ്റെ ആർമിക്കെതിരെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഫൈറ്റിൻ്റെ ഒടുവിലാണെങ്കിൽ നമ്മുടെ ഓഡിന് മനസ്സിലാവുകയാണ്, അതായത് ഞാൻ എൻ്റെ കുട്ടികളെ നേരായ രീതിയിലല്ല വളർത്തി എന്നുള്ളൊരു കാര്യം. അതുപോലെ ഹെലയോടും അതുപോലെ തന്നെ തോറിനോടും ലോക്കിയോടും ഈ ഒരു സെയിം കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഓഡിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഫൈറ്റിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് തന്നെ നമ്മുടെ ഹെലയാണെങ്കിൽ വൃത്തിയാവുന്നുണ്ട്. അതിനുശേഷം ഹെലയുടെ ഹെൽമെറ്റ് നമ്മുടെ ഹെലയുടെ തലയിൽ വന്ന് ഇരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഹെലയാണെങ്കിൽ ആ ഒരു ബ്ലാക്ക് കളറിൽ നിന്നും വൈറ്റ് കളറിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ബ്ലാക്ക് കളറിൽ നിന്നും വൈറ്റ് കളറിലേക്ക് ഹെല മാറിയതൊരു ജസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഹെലയാണെങ്കിൽ ഒരു വില്ലൻ ഷെയ്ഡിൽ നിന്ന് ഒരു നല്ലൊരു ക്യാരക്ടറിലേക്ക് അഥവാ ഒരു ഹീറോ പോലത്തുള്ള ഒരു ക്യാരക്ടറിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മളെ അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെയായിട്ട് നമുക്ക് ആ ഒരു കളർ ഷിഫ്റ്റ് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഓഡിനെയൊക്കെ അവിടെ ഹെല ഡിഫീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഒരു ഓഡിൻ്റെ ആർമി അഥവാ ഒരു ആസ്ഗാർഡിയൻ ആർമിയും അതുപോലെ തന്നെ വെൻവുവിൻ്റെ സഹായത്തോടു കൂടി എല്ലാ റിലത്തിലുള്ള ആ ഒരു ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരെ എല്ലാവരും ചെന്ന് ഡിഫീറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എപ്പിസോഡിൻ്റെ എൻ്റെ അടുക്കും തോറും തന്നെ നമുക്ക് കുറച്ച് ക്ലിപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടുത്തെ അതിലൊരു ക്ലിപ്പാണ് നമുക്ക് അഥവാ ഒരു സീനാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സീനിൽ കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗമോറ അതുപോലെ തന്നെ താനോസിനെയാണ്. അവിടെ നമ്മുടെ താനോസ് ഗമോറയെ ദത്തെടുക്കാൻ പോകുന്ന ആ ഒരു സീനാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഹെലയും വെൻവു അതുപോലെ തന്നെ അസ്ഗാർഡിയൻ ആർമിയും നമ്മുടെ താനോസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയാണ്. അപ്പോൾ ഇനി അവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യൂണിവേഴ്സിലുള്ള എല്ലാ ദുഷ്ടനായിട്ടുള്ള വില്ലന്മാരെയും തോൽപ്പിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ചാനൽ മറക്കാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിനെയാണെങ്കിൽ കുറച്ച് പവർ കുറച്ചായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊന്നും എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഓഡിനെ നല്ലപോലെ പവർ കുറച്ച് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.